BJP വിരുദ്ധ രാഷ്ട്രീയം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിനാകുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമായ ഒരു സംഭവമാണ്. അതിപ്പോൾ ഈ പ്രശ്നത്തിൽ മാത്രമല്ല, നിരവധി കാര്യങ്ങളിൽ അവർ മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ BJPക്കെതിരായിട്ടുള്ളതല്ല അവരുടെ പ്രത്യേകമായ മത്സരമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒന്നാം നമ്പർ ശത്രു CPM ആണെന്നും BJPക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു CPM ആണെന്നും. അപ്പോൾ രണ്ടാളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് നിൽക്കുന്ന CPIM ആണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പര ധാരയോടുകൂടി മുമ്പോട്ടേക്ക് പോകുന്ന ഒരുപാട് ചിത്രം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോലിബി സഖ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ BJPക്ക് അനുകൂലമാകുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു കാര്യമൊക്കെ പറയാനുള്ളൂ. KC വേണുഗോപാലൻ ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ. ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും ശക്തിയായ ഈ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആലപ്പുഴ. ആ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ BJPയുടെ പിന്തുണ നേടിയാലും ഏതർത്ഥത്തിലായാലും നേടിയാലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ആരിഫിനെ തോൽപ്പിക്കാൻ KC വേണുഗോപാലിനാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് അവിടെ വേറെ കാര്യങ്ങളൊന്നുമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ KC വേണുഗോപാലിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. തോറ്റിട്ട് പോകണമല്ലോ പിന്നെ അവിടെ സംബന്ധിച്ചിടത്തോളം വേറെ ചർച്ച ചെയ്യാൻ അതിൻ്റെ കാര്യമില്ല. പിന്നെ തോറ്റാൽ പിന്നെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ തന്നെ തുടർന്ന് രാജ്യസഭാ മെമ്പറായിട്ട് പോവാം. പാലക്കാടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൂത്തുവരും.